Welcome to XY's Malayali's channel. Don't forget to subscribe. അമേരിക്കയിൽ ഇന്ത്യക്കാർ ഇത്രയും വിജയിക്കുന്നതെന്തുകൊണ്ട്? അമേരിക്ക ലോകത്തിലെ ഏറ്റവുമധികം സാധ്യതകളുള്ള രാജ്യം. എന്നാൽ ഇന്ന് അതിന്റെ പ്രധാന എല്ലാ മേഖലകളിലും നയിക്കുന്നതാരാണ്? ഇന്ത്യക്കാർ. എന്തുകൊണ്ട്? 2023 കണക്ക് പ്രകാരം അമേരിക്കയിലെ ഫോർച്യൂൺ 500 കമ്പനികളിൽ 10-ലധികം കമ്പനികൾക്ക് ഇപ്പോൾ ഇന്ത്യൻ വംശജരാണ് സിഇഒമാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗൂഗിൾ നയിക്കുന്നത് സുന്ദർ പിച്ചൈ, മൈക്രോസോഫ്റ്റ് സത്യ നാദല്ല, അഡോബി ശാന്തനു നാരായൺ, IBM അരവിന്ദ് കൃഷ്ണ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒരു തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക വികാസത്തിന്റെ പ്രതിഫലനമാണ്. അമേരിക്കയിലേക്ക് പോകുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ 70% പേരും H-1B വിസ വഴിയാണ് പോകുന്നത്. അതായത് ഹൈ സ്കിൽഡ് ടെക്, എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ള ആളുകൾ. 2022 മാത്രം H-1B വിസയുടെ 75% ഇന്ത്യക്കാർക്കായിരുന്നു ലഭിച്ചത്. അവരിൽ ഭൂരിഭാഗം പേരും IIT, NIT, എയിംസ്, IAM പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ്. അമേരിക്കയിലെ പ്രൊഫഷണൽ മേഖലയിൽ ഇന്ത്യൻ വംശജർ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായാണ് കാണപ്പെടുന്നത്. അമേരിക്കയിലെ കുത്തഴിഞ്ഞ കുടുംബ വ്യവസ്ഥ, ദാമ്പത്യ തകർച്ചകൾ, കുട്ടികളുടെ വളർച്ചയിലുള്ള ശ്രദ്ധ കുറവ് തുടങ്ങിയവ അവിടത്തുകാരുടെ കുട്ടികൾക്ക് പഠനത്തിലും ഉന്നതിയിലെത്തുന്നതിനും വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി പല പഠനങ്ങളും കാട്ടിത്തരുന്നുണ്ട്. അതേസമയം ഇന്ത്യക്കാർ കുടുംബത്തിൽ എല്ലാവരെയും ഒരേ കുടകീഴിൽ വളർത്തുന്നതിന് ശ്രദ്ധാലുക്കളാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഇന്ത്യൻ കുടുംബങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതായി കാണാം. ഇന്ത്യക്കാർ അവരുടെ കുട്ടികളെ മാതാപിതാക്കളുടെ കീഴിൽ വളർത്തുന്നതിലൂടെയുള്ള ശ്രദ്ധയും കഠിനാധ്വാനവും അവരെ ഉന്നതിയിലെത്തിക്കുന്നതിനായി പ്രോത്സാഹിപ്പിക്കുന്നു. നിന്റെ പഠനം നിനക്കൊരു ഭാവിയാണ്. ഇതാണ് ഇന്ത്യൻ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ കൊടുക്കുന്ന ഉപദേശം. പ്രതിവർഷം അമേരിക്കയിലെ സ്പെല്ലിംഗ് ബി വിജയികളിൽ 80% ഇന്ത്യക്കാരാണ്. ഇത് ഹാർഡ് വർക്ക്, പാരന്റൽ ഇൻവോൾവ്മെന്റ് ആൻഡ് ലോങ് ടേം വിഷൻ എന്നിവയുടെ സംയുക്ത ഫലനമാണ്. അമേരിക്കയിൽ ജനിച്ച ഇന്ത്യക്കാർ പോലും ഈ സെയിം ഡിസിപ്ലിൻ നിലനിർത്തുന്നു. അതാണ് പ്രധാനമായ സവിശേഷത. വിദേശ ഇന്ത്യക്കാർ തമ്മിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വളരെ ശക്തമാണ്. ഇന്ത്യൻ അസോസിയേഷൻസ്, അലുംനായ് ഗ്രൂപ്പ്സ്, ടെമ്പിൾ ഓർഗനൈസേഷൻസ് എല്ലാം തമ്മിൽ വളരെയധികം കണക്ഷനുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ്, ജോബ് റെഫറൽസ്, അക്കാഡമിക് മെന്ററിംഗ് എല്ലാം ഈ നെറ്റ്വർക്കുകൾ വഴിയാണ് ഇന്ത്യക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത്. 2023 അമേരിക്കയിലെ ടെക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൽ 14% ഇന്ത്യക്കാരാണ്. ജനസംഖ്യാനുപാതത്തിൽ ഇത് വളരെ വലിയ സംഖ്യയാണ്. ഇന്ത്യക്കാർ തൊഴിലിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായി കാണാം. കുറച്ച് ഡിസ്ട്രാക്ഷൻസ്, കൂടുതലായ കണക്കുകൂട്ടലുള്ള ജോലി, അതാണ് ഇന്ത്യക്കാരുടെ പ്രത്യയശാസ്ത്രം. അമേരിക്കയിലെ ആവറേജ് അമേരിക്കൻ ഗ്രാജുവേറ്റെ അപേക്ഷിച്ച് ഇന്ത്യൻ അമേരിക്കൻ ഗ്രാജുവേറ്റ്സ് ജോലി തുടങ്ങുന്നത് 3 മടങ്ങ് വേഗത്തിലാണ്. ഇത് കരിയറിന് ആത്മാർത്ഥത കാണിക്കുന്ന മാതൃകയാണ്. ഇന്ത്യക്കാർക്ക് ലോകത്ത് എവിടെയും വിജയം നേടാൻ കഴിയും. പക്ഷേ ഇന്ത്യയിലും അനേകം കഴിവുള്ളവരുണ്ട്. അവർക്കും ഇതേ അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ രാജ്യത്തിനകത്തും ഈ സെയിം സ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, മെറിറ്റോക്രസി, സപ്പോർട്ട് നിലനിർത്തണം. ഇന്ത്യക്കാരുടെ ഈ വിജയം ഒരു അഭിമാന കഥയുമാണ്, കൂടാതെ ഒരു ചിന്തിക്കേണ്ട പാഠവുമാണ്. Thank you for watching.